ഈ ചേച്ചി ഹെയർ പെർമനന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ചേച്ചി പുറത്തോട്ട് പോകാനാണ് നോക്കുന്നത്. ചേച്ചി ഒരു പെർമനന്റ് ട്രീറ്റ്മെന്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ സ്മൂത്തനിങ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഹെയർ പെർമനൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ റൂട്ട് റീഗ്രോത്ത് ആവുന്നത് നമ്മൾ റീടച്ച് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ നമ്മുടെ ഓരോ ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടായിരിക്കാം വരുന്നത്. ഇപ്പോൾ ചിലവർ ഇപ്പോൾ സ്മൂത്തനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചോദിക്കും എത്ര ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് വരുന്നത്. ചിലവർക്ക് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രോത്ത് ഏകദേശം ആവും. ചിലവർക്ക് 1 ഇയർ ആവും. ചിലവർക്ക് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് നല്ല കർലി ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഗ്രോത്ത് ഒക്കെ ആയിട്ടുണ്ടാകും. അത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരണത്. ഇനിയിപ്പോൾ ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വാഷിംഗ് ഒക്കെ വരണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്. അപ്പോൾ അതിൻ്റെ തന്നെ ഷാമ്പുവും കണ്ടീഷണറും സിറവും വേണം യൂസ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ